അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി വ്യാജ ത്വരീഖത്തുകാർ അവർ ഷിയാക്കളുടെ കേരളത്തിലുള്ള ഏജൻസിയാണെന്ന് നമ്മൾ മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞതാണ്. ജനങ്ങൾക്കിടയിൽ പറയാതിരുന്നത് വ്യക്തമായ തെളിവ് ലഭിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഞങ്ങൾ ഷിയാക്കളാണെന്ന് അവർ തന്നെ തുറന്നു പറയുന്ന, അത് ജനങ്ങൾക്ക് വ്യക്തമായും ബോധ്യപ്പെടുന്ന തരത്തിലാണ്. ഷിയാക്കളായ കുരുവട്ടൂരി വ്യാജ ത്വരീഖത്തുകാരുടെ പ്രമുഖ നേതാവാണ് നൗഷാദ് വട്ടൂരി. നൗഷാദ് വട്ടൂരിയുടെ നെറികെട്ട പ്രവർത്തനത്തെ കുറിച്ചാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അവർകൾ തുറന്നു പറയുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കാം. അതിനു മുമ്പ് അമ്പലക്കടവ് ഉസ്താദ് അവർകളും കൂടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പൊതുജനങ്ങളെയും അമ്പലക്കടവ് ഉസ്താദിനെയും ബോധ്യപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. ഇത് സംഘടനാപരമായി ഒരിക്കലും കാണാൻ പാടില്ല. EK സമസ്തയായാലും AP സമസ്തയായാലും ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അതിന് പുറത്തുള്ളവരാണ് ഷിയാക്കളായ കുരുവട്ടൂരി വ്യാജ ത്വരീഖത്തുകാർ എന്നതിൽ ഇരു സമസ്തകൾക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം EK സമസ്തക്കെതിരായോ AP സമസ്തക്ക് അനുകൂലമായോ അല്ല, സുന്നികൾ എന്ന നിലക്ക് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. ആദ്യം നിങ്ങളെ അതിനാസ്പദമായ സ്വമദിന്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കേട്ടുവരാം. മമ്പുറന്നങ്ങൾ ഫത്വ കൊടുത്തു എന്ന് ഒരു ചങ്ങാതി എഴുതി വെച്ചേക്കാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഇത് മമ്പുറന്നങ്ങളെ ഫത്വല്ല. ഇത് പാങ്ങുകാരൻ ക്രോഡീകരിച്ചതാണ്. ഒരു പാണ്ഡൻ ഒപ്പിച്ചുണ്ടാക്കിയ വളരെ മോശപ്പെട്ട എഴുത്താണ്. 5 പൈസന്റെ വിലല്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, ആ പാങ്ങൽ ഉസ്താദ് എഴുതിയ ഫത്വ പിച്ച് ചീന്തിക്കൊണ്ടാണ് സ്വമദ് ആനവരി എന്ന പാണ്ഡൻ, ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദിനെ പാണ്ഡൻ എന്ന് വിളിക്കുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങൽ ഉസ്താദ് തുടങ്ങി മഹത്തുക്കളായ സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാരെ കുറിച്ച് ശംസുൽ ഉലമ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഏറ്റവും വലിയ ആയിരിക്കും കുത്തുബ് സമാനുമാണ്. വലിയ ആരിഫാണ്, വലിയ വലിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാലിഹീകളായ ആത്മീകളെയും വിളിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാണത്. വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ അരിമീകളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സ്വാലിഹ്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. കേട്ടല്ലോ സഹോദരങ്ങളെ, ഈ കുരുവട്ടൂരികൾ തന്നെ പ്രസംഗിക്കാറുള്ളത് CM വലിയുള്ളാഹി വലിയാണെന്ന് അംഗീകരിക്കാത്ത ആളുകൾ ശംസുൽ ഉലമയുടെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ CM വലിയല്ലെങ്കിൽ പിന്നെ ആരടാ വലിയ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന മഹാനാണ് ശംസുൽ ഉലമ EK ഉസ്താദ് എന്നാണ്. യഥാർത്ഥ ഔലിയാക്കളെ ജനങ്ങൾ നിന്ദിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പോരാടിയത് ശംസുൽ ഉലമയാണെന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത്. ആ ശംസുൽ ഉലമയാണ് പാങ്ങൽ ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ മുൻകാല നേതാക്കന്മാർ സ്വാലിഹീങ്ങളാണ്, ഔലിയാക്കളാണെന്ന് വിളിച്ചു പറയുന്നത്. അപ്പോൾ വലിയായ പാങ്ങൽ ഉസ്താദിനെയാണ് കുരുവട്ടൂരി ഷിയാ നേതാവായ സ്വമദ് പാണ്ഡൻ എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഫത്വ വലിച്ചു കീറുന്നത്. മാത്രവുമല്ല, CM വലിയുള്ളാഹിയുടെ ആളാണെന്ന് അഭിനയിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് CM വലിയുള്ളാഹിയെ അപമാനിച്ചത് 2 തവണയായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശംസുൽ ഉലമയെ തന്നെയും കണ്ണിയത്ത് ഉസ്താദിനെയും ചെറുശ്ശേരി ഉസ്താദിനെയും ഒക്കെ ഇവർ അപമാനിക്കുകയും മോശക്കാരാക്കുകയും ചെയ്തത് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം
കാണിച്ചു തന്നിട്ടുണ്ട്. ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നില്ല. കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഔലിയാക്കളെ ഇത്രത്തോളം മോശമാക്കിയത് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അവറുകൾ കേട്ടാൽ വേദനിക്കും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ അതിലൊരു ചെറിയ വിഹിതം അമ്പലക്കടവ് ഉസ്താദിനും കൂടി ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കതൊന്ന് കേട്ടു നോക്കാം. നമ്മൾ പറഞ്ഞു എന്നാലും വേണ്ടില്ല, തൽക്കാലം ഇപ്പൊ സംഘടനയിലേക്ക് വരാനുള്ള വാതിൽ തുറന്നു തരാൻ പ്രയാസമുണ്ട്. നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹം അവരെ കൂട്ടത്തിലെ ഗ്രൂപ്പായിട്ട് കുറെ ആളുകളെ സംഘടിപ്പിച്ച് പ്രസംഗ പരിപാടിയായിട്ട് നടക്കുകയാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഹമീദ് ഫൈസിയെ പോലെയുള്ള പക്വതയുള്ള ഒരുപാട് പണ്ഡിതന്മാർ EK സമസ്തയിലും AP സമസ്തയിലുമുണ്ട്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ ആ വിമർശനങ്ങൾ പക്വതയുള്ളതാവുകയും ചെയ്യും. ഔഷാദിനെ പോലെയുള്ള തനി തെമ്മാടിത്തം മാത്രം ചെയ്യുന്ന, തെമ്മാടിത്തം മാത്രം പറയുന്ന, മേപ്പൊറിയില്ലാത്തവനെന്ത് തീപ്പൊരി എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും ചിന്തിക്കാത്ത, പേടിയില്ലാത്ത അവനോട് AP വിഭാഗത്തിന്റെ തകരാറുകൾ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം മുന്നോട്ട് പോകും എന്ന് ഒരിക്കലും തന്നെ അമ്പലക്കടവ് ഉസ്താദ് പറയാൻ പാടില്ലായിരുന്നു. അമ്പലക്കടവ് ഉസ്താദ് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും AP വിഭാഗത്തിലെ പണ്ഡിതന്മാരെ മാത്രമാണ് അവൻ തെറി പറയുകയുള്ളൂ, മോശക്കാരാക്കുകയുള്ളൂ എന്ന്. എന്നാൽ ശംസുൽ ഉലമ അടക്കമുള്ള EK സമസ്തയിലെ പണ്ഡിതന്മാരെയും തെറി പറയാൻ അവൻ തുടങ്ങിയിട്ടുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വഹാബിയാക്കിയത് നാം എല്ലാവരും കണ്ടതാണ്. അമ്പലക്കടവ് ഉസ്താദിന്റെ ഉപദേശത്തിന്റെ തിക്തഫലമാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിഹിതമെങ്കിലും അമ്പലക്കടവ് ഉസ്താദിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വെളിയങ്കോട് ഉമർ ഖാലിയെ നമുക്കെല്ലാവർക്കും അറിയാം. ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച ഒരു പണ്ഡിതനും വലിയുമാണ്. ഉമർ ഖാലിയുടെ പേരിൽ സൗദി അറേബ്യയിൽ ഒരു റോഡ് തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. അത്രയും വലിയ മഹാനും പണ്ഡിതനുമായ ഉമർ ഖാലിയുടെ പേരിൽ പച്ച നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു വർഗമാണ് കുരുവട്ടൂരി ഷിയാക്കൾ. ഉമർ ഖാലിയുടെ പേരിൽ പോലും യാതൊരു നാണവും മാനവുമില്ലാതെ കളവ് പറയാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരെയൊക്കെയാണ് തെറി പറഞ്ഞുകൂടാത്തത്? ആരുടെ പേരിലൊക്കെയാണ് കളവ് പറഞ്ഞുകൂടാത്തത്? നമുക്ക് ഉമർ ഖാലിയുടെ പേരിൽ പറഞ്ഞ കളവൊന്ന് കേട്ടു നോക്കാം. അസ്സലാമലൈക്കും. അൻവർ ഉസ്താദ് അല്ലേ? ഇത് നിങ്ങളോട് ഇക്കുമെന്ന് സുബൈർ പറഞ്ഞില്ലേ ഒരാൾ വിളിക്കുന്നു? അങ്ങനത്തെ ഒരു കറാമത്തിന്റെ പറഞ്ഞില്ലല്ലോ ഇവിടുന്ന് പുല്ലാളൂരിന്ന്. പിന്നെ ഹാഫിദ് ഉസ്താദിന്റെ ഒപ്പം ഞങ്ങൾ പോയപ്പോ അവിടുന്ന് കിതാബ് കൊടുക്കണ കണ്ടിരുന്നു. അപ്പൊ പിന്നെ മുസ്തഫക്ക ചോദിച്ചപ്പോ ഞങ്ങൾ എന്ത് പറഞ്ഞ് കൊടുക്കണല്ലാണ്ട് അവിടുന്ന് എടുത്താന്നാ പറഞ്ഞത്. മക്ബർമന്ന് എടുത്തതാണെന്ന്. അപ്പൊ എങ്ങനെ മഹാന് കബർന്ന് കൊടുത്തതാണ് ഉസ്താദിന്? നിങ്ങൾ മഹാനെ കണ്ടോ? പിന്നെ അങ്ങനെ മഹാൻ കൊടുത്താന്ന് മനസ്സിലായി? മഹാനങ്ങൾ കണ്ടോ? ഇല്ല. ഇപ്പൊ പിന്നെ അങ്ങനെ മഹാൻ എങ്ങനെ പിന്നെ കബർന്ന് കൊടുത്ത്? കബർന്ന് പോയി. ഇനിയിപ്പോ രണ്ട് വിഷയമാണ് ഇപ്പൊ ഉള്ളത്. സാധാരണ നമ്മൾ ഒരു മക്കാമ നിൽക്കാനുള്ള സമയത്ത് അടുത്ത ഭാഗത്തില് അങ്ങനെ തന്നെയല്ലേ നമ്മളത് പറയാം. ആ മക്കാമെന്ന് അവിടെ പെട്ടെന്നൊരു കിതാബ് അവിടുന്ന് ഒരാളോട് ഇങ്ങനെ വാങ്ങണതായിട്ടും അത് തിരിച്ചു കൊടുക്കുന്നതായിട്ടും ഓരോ സംസാരിക്കുന്നതായിട്ടും സംസാരിക്കാൻ കേട്ടു. അപ്പൊ മഹാന്റെ സംസാരങ്ങൾ കേട്ടോ? മഹാന്റെ കേട്ടോ? അപ്പൊ കിതാബ് കൊടുക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ടോ? പിന്നെ ഈ കിതാബ് എങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുള്ള അന്നത്തെ നമുക്ക് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഹാഫിദ് ഉസ്താദെ
ഇപ്പൊ എങ്ങനെ എന്നിട്ട് കിതാബ് കൊടുത്തത്? എങ്ങനെ ഉസ്താദിന്റെ കൈമലേക്ക് എത്തിയ കിതാബ്? അതിപ്പോ എന്താ ഒരാളിന് കൊടുത്താ നമ്മളിപ്പോ നമ്മൾ കിട്ടാവുന്ന എന്റെ കൈബലത്തില്ലേ. അപ്പൊ ഞാൻ തന്നാലല്ലേ? അപ്പൊ ഞാൻ തരുന്ന തരാൻ ഒരുപാട് മാർഗം ഉണ്ടല്ലോ. അതെ, മാർഗം. പക്ഷെ അതന്നെ അവിടുന്ന് ഓല് കൊടുക്കുന്ന നമ്മക്ക് അവരെ കാണാനുള്ള കണ്ടാ അത് ആ സമയത്ത് നമുക്ക് ഹിജാബായിന്നല്ലേ ഉള്ളൂ. അപ്പൊ കിതാബ് ഇപ്പൊ നിങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വന്നതോ അല്ലെ ഖബറിന്റെ മുകളിൽ നിന്ന് കിട്ടിയതോ? അപ്പൊ എങ്ങനെ നിങ്ങളെങ്ങനെ കണ്ടത്? അവിടെ ആ മക്കാമ നമുക്കറിയാലോ. അവിടുന്ന് ആ കിതാബിന് അവിടെ ഉണ്ടായിട്ടില്ല. അതായിരുന്നു. അപ്പം അവിടെ അങ്ങനെ കിതാബാരും വെച്ചു പോയതല്ലോ. ചെലപ്പോ ആരോ വെച്ച് മറന്നതൊക്കെ ആണെങ്കിലോ ജിയാറത്തിന് വന്നാല് അതിന്റെ അവിടെ കാണില്ലേ? അപ്പൊ ഉസ്താദ് എടുത്തില്ലേ? ഉസ്താദൊക്കെ തിരിച്ചു കൊടുത്തല്ലോ. തിരിച്ചു കൊടുത്തല്ലോ. മഹാൻ തന്നെ. അതങ്ങനെ തിരിച്ചു കൊടുത്തു. എങ്ങനെ കൊടുക്കണോ കണ്ട? അങ്ങോട്ട് കൊടുക്കുക. അതപ്പോ നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ അത് ആ മഹാന് കൊടുക്കണതും വാങ്ങണതും അവിടുത്തെ രൂപത്തെ കുറിച്ച് അങ്ങനെ ചോദിക്കാം. അത് നിങ്ങള് പോലെ ആ ഒരു ലോകത്തിനെ കുറിച്ചുള്ള ചെറിയ അറിവുകളോടാണ് നിങ്ങൾക്ക് ഇപ്പൊ അത്രയും പന്തിക്കേടേന്ന് തോന്നുന്നത്. അല്ല നമ്മക്ക് വലിയതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ. അതിപ്പോ അങ്ങനെ തന്നെ ഉള്ളൂ. ഇപ്പൊ പിന്നെ ഇവിടെ അഹമ്മദിന്റെ റസൂള്ള കയ്യെടുത്ത് അല്ലേ? അതാ. അപ്പൊ നിങ്ങള് അത് പുല്ലാളും സംസാരിച്ചപ്പോ പിന്നെ നൗഷാദ് സമീഷ പറഞ്ഞല്ലോ എന്തെന്ന് ഷംസുലല്ല മറുപടി പോയപ്പോ സലാം പറഞ്ഞത് കൂടെ വന്ന ശിഷ്യന്മാര് കേട്ടിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ മുസ്തഫക്ക് അവിടുന്ന് ചോദിച്ചു. അത് അങ്ങനെയൊക്കെ അത് ഒരു കാര്യം എല്ലായിടത്തും ഒരു ഇത്തിഫാക്കായിക്കോളുന്നു. നമ്മൾ പറഞ്ഞു ഇപ്പൊ മൂപ്പരെ കണ്ടില്ല, സംസാരം കേട്ടു ഞാൻ പറഞ്ഞില്ലേ. കേൾവി നമുക്ക് അവിടുത്തെ സംസാരത്തിന് കേൾവിക്ക് നമുക്ക് അവിടുന്ന് അവസരം കാഴ്ച കിട്ടിയില്ല. ഇതൊക്കെ ചിലത് എല്ലാവർക്കും എല്ലാം ഒത്തുനേരം, ചിലപ്പം ചിലപ്പോൾ തീരെ ഒത്തിരാന്നും വരും. ഇതൊക്കെ ഈ മേഖലയിൽ അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പൊ കിതാബ് ഇപ്പൊ കിതാബ് പാടുന്ന നിങ്ങളിപ്പം കണ്ട് പാടുന്ന അപ്രത്യക്ഷമാണ് ഉസ്താദ് വെക്കുന്നതോടുകൂടി. അതെ അതെ. അപ്പൊ കിതാബ് ഇല്ലാതെ പെട്ടെന്ന് കിതാബ് പ്രത്യക്ഷപ്പെടുകയും ചെയ്ത്. അപ്പൊ നിങ്ങളിപ്പോ ഫസ്റ്റ് തുടക്കത്തിൽ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ അധ്യക്ഷം വഹിച്ചില്ല. നിങ്ങളന്ന് പുല്ലാടിന് ഉസ്താദിന്റെ നൗഷാദിന്റെ ഉസ്താദിന്റെ മുന്നേ നിങ്ങളതിനല്ലേ പ്രസംഗിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇത് മഹാനവറുകൾ കൊടുക്കുന്ന ഞാന് നിങ്ങളെ മുമ്പിലിരിക്കുന്നവരെ കാണുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടെന്നല്ലേ എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ കൊടുക്കണപ്പോ നിങ്ങൾ കാണാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അതാ പിന്നെ ഞാൻ പറഞ്ഞത് മക്കാമ മുത്താനെ അവിടെ കിതാബ് മുമ്പ് ഇല്ല, ആ കിതാബ് പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടുന്ന് ഒരു കിതാബ് ഒരാളെ നിന്ന് ഇങ്ങനെ വാങ്ങണത് പോലെ പിടിക്കുന്നു, അത് തിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ അപ്പുറം അങ്ങോട്ടുള്ള കാഴ്ച നമുക്ക് കിട്ടുന്നു. അപ്പൊ അതന്നെ നമ്മളെ മക്കാമിന് കൊടുക്കുകയല്ലേ. അങ്ങനല്ലേ? കേട്ടല്ലോ സഹോദരങ്ങളെ. ഇനി അമ്പലക്കട ഉസ്താദിന്റെ ആ തുറന്നു പറച്ചിൽ നമുക്ക് കേൾക്കാം. നൗഷാദ് ഹാസനുമായി നമ്മുടെ നിലപാട് എന്താണ്? അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഉസ്താദ്മാരൊക്കെ സമീപിച്ചിരുന്നു. പിന്നെ അദ്ദേഹം തിരിച്ചങ്ങോട്ട് തന്നെ പോയി. തിരിച്ചു പോയി എന്ന് മാത്രമല്ല, പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നമുക്ക് വേണ്ടി സ്ഥാപിക്കുകയും മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതുപോലെ വലിയ വലിയ മഹാരഥന്മാർ ജീവിച്ച് നേതൃത്വം നൽകുകയും ചെയ്ത മഹിതമായ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ അനുയായികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. അള്ളാഹു ആ മഹാന്മാരുടെ എല്ലാം കൂടെ അവന്റെ സ്വർഗലോകത്തും നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സമസ്തയെ പഠിക്കാനും അറിയാനും ഉണ്ടായ സാഹചര്യങ്ങൾ, എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. കൂടുതലായി പറയുന്നില്ല, പറയേണ്ടതുമില്ല. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ കൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, വന്യരായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ തുടങ്ങി ധാരാളം മഹാരഥന്മാരെ
നമുക്ക് സ്മരിക്കാനും നമ്മുടെ മുന്നിൽ നടന്നവരുമാണ്. അതുകൊണ്ട് അവരെല്ലാം പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിൽ വളർന്നു വന്നത് തന്നെ നമുക്കറിയാം. ചെറുപ്പത്തിൽ 4ാം ക്ലാസ് മുതൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ വളരുന്നത് തന്നെ. ഞാനത് ഇപ്പോൾ പറയാനുള്ള കാരണം, ചിലപ്പോ ഇനി നമ്മൾ സമസ്തയിൽ വന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആളാണ് എന്നാരും പറയണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ആമുഖം ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യകാലത്ത് ഒരു കാരണവശാലും ഒരു ഗ്രൂപ്പ് വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിരുന്നില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ഈ അടുത്ത് ഈ വിവാദം വന്ന അക്കാലം തൊട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രഭാഷണ മേഖലയിലേക്ക് കടന്നതുകൊണ്ടാവണം കൂടുതൽ അനുഭവിച്ചപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവിടെ എത്താനായത് എന്നുകൂടി ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കടന്നില്ലെങ്കിൽ ഇപ്പോഴോ പിടുത്തം കിട്ടണമെന്നില്ല. നമ്മൾ ഇതിലേക്ക് നമ്മുടെ മേഖല വളരെ വ്യക്തമാണ്. പല രൂപത്തിലും സംഘടനാ ലെവലിൽ മാത്രമൊന്നുമല്ല, പലപ്പോഴും പല മഹല്ലുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള മഹല്ലുകളിൽ നേരത്തെ വന്നിരായ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ മഹല്ലിൽ 4 കൊല്ലം നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. കൂടുതൽ നീട്ടി പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഇപ്പോൾ പിന്നെ എന്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി മാത്രം എന്ന രൂപത്തിലേക്ക് വന്നു എന്ന് ചിലപ്പോൾ പലരും അന്വേഷിക്കാനും പറയാനും സാധ്യതയുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാരണങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരങ്ങൾക്കനുസൃതമായി നമുക്കത് വിശദീകരിക്കാം. നടത്തിയ പ്രസംഗത്തിന് നേരെ എതിർ പ്രസംഗിച്ചു. തനിച്ച നെറികേടുകളെ കുറിച്ചാണ് അമ്പലക്കട ഉസ്താദ് പറയുന്നത്. ഇത് അമ്പലക്കട ഉസ്താദ് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരു സംഘടനയോട് നെറികേട് കാണിച്ചിട്ടാണ് ഇ.കെ. സമസ്തയിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അവനെ മനസ്സിലാക്കണമായിരുന്നു. ഇപ്പോൾ ഇ.കെ. സമസ്തയിലുള്ള പണ്ഡിതന്മാരിൽ അവന്റെ തെറി കേൾക്കാത്ത ജീവിച്ചിരിപ്പുള്ളവരോ മരിച്ചവരോ ആയ ഒരു പണ്ഡിതനുമില്ല. അത്രയും അതപ്പതിച്ച ഷിയ നേതാവായ നൗഷാദ് കുരുവട്ടൂരി ശംസുൽ ഉലമ ഔലിയാക്കൾ എന്ന് പറഞ്ഞവരെയാണ് അവൻ തെറി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ആ വേദനയും കൂടെ നിങ്ങൾ പൊതുസമൂഹത്തോട് പങ്കുവെക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.